ബയോളജി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മസ്തിഷ്കത്തിന്റെ സംരക്ഷണവും വിവിധ ഭാഗങ്ങളുടെ ധർമ്മവും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുവല്ലോ. എപ്പോഴും ബ്രെയിൻ എന്ന ഓർഗൻ പറയുമ്പോൾ നാം കൂടെ പറയുന്ന മറ്റൊരു ഓർഗനാണ് സ്പൈനൽ കോഡ്. വാട്ട് ഈസ് സ്പൈനൽ കോഡ്? Spinal cord is the continuation of the medulla oblongata and it is protected inside the vertebral column. Like the brain, the spinal cord is also covered by meninges. The central canal seen in the center of the spinal cord is also filled with cerebrospinal fluid. In the spinal cord, white matter is seen outside and grey matter is seen inside. A dorsal root and a ventral root join to form a spinal nerve. Sensory impulses reach the spinal cord through the dorsal root. Motor impulses go out of the spinal cord through the ventral root. Impulses from different parts of the body are transmitted to and from the brain through the spinal cord. It also coordinates the repeated movements during walking, running, etc. മെഡുല്ല ഒബ്ലോങ്കേറ്റ എന്ന മസ്തിഷ്ക ഭാഗത്തിന്റെ തുടർച്ചയായി കാണപ്പെടുന്ന ഭാഗം നട്ടെല്ലിനുള്ളിൽ മെനിഞ്ചസ് എന്ന ആവരണത്തിനകത്ത് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. സുഷുമ്നയുടെ ബാഹ്യഭാഗത്ത് വൈറ്റ് മാറ്ററും ആന്തരഭാഗത്ത് ഗ്രേ മാറ്ററും കാണപ്പെടുന്നു. സുഷുമ്നയിൽ നിന്ന് പുറപ്പെടുന്ന 31 ജോഡി സുഷുമ്ന നാഡികളുണ്ട്. ഡോർസൽ റൂട്ട്, വെൻട്രൽ റൂട്ട് എന്നീ ശാഖകൾ വഴി ഓരോ സുഷുമ്ന നാഡിയും സുഷുമ്നയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സംവേദ ആവേഗങ്ങൾ സുഷുമ്നയിൽ പ്രവേശിക്കുന്നത് ഡോർസൽ റൂട്ടിലൂടെയാണ്. വെൻട്രൽ റൂട്ട് വഴിയാണ് പ്രേരക ആവേഗങ്ങൾ സുഷുമ്നയിൽ നിന്നും പുറത്തേക്ക് പോകുന്നത്. സംവേദ ആവേഗങ്ങൾ അതായത് നമ്മുടെ ശരീരത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നമ്മുടെ മസ്തിഷ്കത്തിലേക്കോ സുഷുമ്നയിലേക്കോ വരുന്ന ആവേഗങ്ങളെയാണ് സംവേദ ആവേഗങ്ങൾ എന്ന് പറയുന്നത്. ഈ സംവേദ ആവേഗങ്ങൾ സുഷുമ്നയിലേക്ക് പ്രവേശിക്കുന്നത് ഡോർസൽ റൂട്ടിലൂടെയാണ്. എന്നാൽ തിരിച്ച് സുഷുമ്നയിൽ നിന്നോ മസ്തിഷ്കത്തിൽ നിന്നോ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കേണ്ട മെസ്സേജസ്, ആവേഗങ്ങളെ വെൻട്രൽ റൂട്ട് വഴിയാണ് പുറത്തേക്ക് പോകുന്നത് സുഷുമ്നയിൽ നിന്നും. നട്ടെല്ലിനുള്ളിലെ സുഷുമ്ന അതായത് നമ്മുടെ വെർട്ടിബ്രൽ കോളത്തിന് അകത്താണ് എന്ത് കാണപ്പെടുന്നത്? സുഷുമ്ന കാണപ്പെടുന്നത്. കുഞ്ഞുങ്ങളിൽ അതായത് ജനിച്ച ഉടനെയുള്ള കുഞ്ഞുങ്ങളിൽ നട്ടെല്ലിന്റെ താഴെ അഗ്രം വരെ നീണ്ടു കിടക്കുന്നുണ്ട് ഈ സുഷുമ്ന. എന്നാൽ മുതിർന്നവരുടേത് നട്ടെല്ലിന്റെ മധ്യഭാഗം വരെ മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം നട്ടെല്ല് വളരുന്നതിനനുസൃതമായി സുഷുമ്ന വളരുന്നില്ല. നമ്മുടെ കാലിൽ മുള്ളു കൊള്ളുമ്പോൾ നാം കാൽ പെട്ടെന്ന് പിൻവലിക്കാറില്ലേ? അതുപോലെ കണ്ണിനു നേരെ പ്രാണികൾ വരുമ്പോൾ പെട്ടെന്ന് തല തിരിച്ചു പോവാറില്ലേ? ഉച്ചത്തിലുള്ള ശബ്ദം കേൾക്കുമ്പോൾ പെട്ടെന്ന് ചെവി പൊത്തി പോവാറില്ലേ? അറിയാതെ തീയിൽ തൊടുമ്പോൾ കൈ പിൻവലിക്കാറുണ്ട് അല്ലെ? പ്രതികരണങ്ങളിൽ നിന്നും ബോധപൂർവമല്ലാതെ ഇച്ഛാനുസരണമല്ലാതെ ആകസ്മികമായി സംഭവിക്കുന്ന പ്രതികരണങ്ങളും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവാറുണ്ട്. ഇത്തരം പ്രതികരണങ്ങളെ റിഫ്ലക്സ് പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നു. The accidental and involuntary responses towards stimuli are called reflex actions. They do not happen consciously. The pathway of impulses in a reflex action. നമ്മുടെ കൈ തീയിൽ തൊട്ടാൽ നാം വലിക്കാറുണ്ട് അല്ലെ? ഈ ഒരു പ്രവർത്തനം നടക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. തീ എന്ന സ്റ്റിമുലസ് കാരണം എന്തുണ്ടായി? റിസപ്റ്റേഴ്സിൽ ജനറേറ്റ് ഇമ്പൾസസ്. സെൻസറി ന്യൂറോൺ ക്യാരീസ് ഇമ്പൾസസ് ടു ദി സ്പൈനൽ കോഡ്. Then the neuron that connect the sensory neuron and the motor neuron, that is called interneuron. This interneuron generates quick responses according to the sensory impulses. After that, motor neuron carries the information from spinal cord to related muscles. Then related muscles withdraw the hand by the action of the muscles. നമ്മുടെ കൈവിരലുകളിലുള്ള ഗ്രാഹികളിൽ ആവേഗങ്ങൾ രൂപപ്പെടുന്നു. ഈ ആവേഗങ്ങളെ സംവേദ നാഡി വഴി സ്പൈനൽ കോഡിലേക്ക് എത്തിക്കുന്നു, അതായത് സുഷുമ്നയിലേക്ക് എത്തിക്കുന്നു. സുഷുമ്നയിൽ കാണപ്പെടുന്ന സെൻസറി ന്യൂറോണിനെയും മോട്ടോർ ന്യൂറോണിനെയും ബന്ധിപ്പിക്കുന്ന ഇന്റർന്യൂറോൺ എന്ന ഒരു നാഡീ കോശമുണ്ട്.
ഈ ഒരു നാഡീകോശം എന്ത് ചെയ്യുന്നു? ഇതിന് ആവശ്യമായ ക്വിക്ക് റെസ്പോൺസസ്, ഇതിന് വേണ്ട പ്രതികരണ പ്രവർത്തനങ്ങൾ നൽകുന്നു. അതിനുശേഷം മോട്ടോർ ന്യൂറോൺ അല്ലെങ്കിൽ പ്രേരക നാഡി വഴി തിരിച്ച് മസിൽസിലേക്ക്, അതുമായി ബന്ധപ്പെട്ട പേശികളിലേക്ക് എത്തിക്കും. റിഫ്ലെക്സ് ആർക്ക്. Reflex arc is the pathway of impulses in the reflex action. Mainly, spinal cord act as the center of reflex action. Such reflexes are called spinal reflexes. പ്രധാനമായും സുഷുമ്നയാണ് റിഫ്ലക്സ് പ്രവർത്തനത്തിന്റെ കേന്ദ്രമായി പ്രവർത്തിക്കുന്നത്. ഇത്തരം റിഫ്ലക്സുകളെ അല്ലെങ്കിൽ സ്പൈനൽ കോഡിൽ നിന്നും നിയന്ത്രിക്കുന്ന റിഫ്ലക്സ് പ്രവർത്തനങ്ങളെ സ്പൈനൽ റിഫ്ലക്സുകൾ എന്ന് പറയുന്നു. എന്നാൽ എല്ലാ റിഫ്ലക്സുകളും സുഷുമ്നയുടെ നിയന്ത്രണത്തിൽ അല്ല. നമ്മുടെ കണ്ണിൽ പെട്ടെന്ന് പ്രകാശം പതിക്കുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും വസ്തുക്കൾ കണ്ണിനു നേരെ വരുമ്പോഴോ നാം കണ്ണു ചിമ്മാറില്ലേ? ഇതും ഒരു റിഫ്ലക്സ് പ്രവർത്തനം തന്നെയാണ്. ഇത് സെറിബ്രത്തിന്റെ നിയന്ത്രണത്തിലുള്ള റിഫ്ലക്സ് പ്രവർത്തനമാണ്. ഇങ്ങനെ സെറിബ്രത്തിന്റെ നിയന്ത്രണത്തിലുള്ള റിഫ്ലക്സ് പ്രവർത്തനങ്ങൾക്ക് പറയുന്ന പേരാണ് സെറിബ്രൽ റിഫ്ലക്സ്. അപ്പോൾ നമ്മൾ റിഫ്ലക്സ് ആക്ഷൻസ് രണ്ട് തരത്തിൽ നമ്മൾ പറഞ്ഞു, സ്പൈനൽ റിഫ്ലക്സ് ആൻഡ് സെറിബ്രൽ റിഫ്ലക്സ്. നമ്മുടെ നാട്ടിൽ ആൽക്കഹോൾ കഴിച്ചിട്ട് അല്ലെങ്കിൽ മദ്യം കഴിച്ചിട്ട് വണ്ടി ഓടിക്കുന്നത് ശിക്ഷാർഹമാണ് അല്ലേ? എന്തുകൊണ്ടാണ് വണ്ടി ഓടിക്കുമ്പോൾ മാത്രം ഇത്രയധികം നാം ശ്രദ്ധ ചെലുത്താൻ കാരണം? അതായത് മദ്യം പാടില്ല എന്ന് പറയാൻ എന്താണ് കാരണം? മദ്യം മസ്തിഷ്കത്തിലെ ഗാമ അമിനോ ബ്യൂട്ടറിക് ആസിഡ് എന്ന നാഡീയ പ്രേഷകത്തിന്റെ പ്രവർത്തനത്തെ ത്വരിതപ്പെടുത്തുന്നു. എന്നാൽ ഈ ഒരു നാഡീയ പ്രേഷകം എന്താണ് ചെയ്യുന്നത്? നമ്മുടെ മസ്തിഷ്കത്തെ പ്രവർത്തനത്തെ മന്ദീഭവിക്കുന്ന ഈ ഒരു നാഡീയ പ്രേഷകത്തിന്റെ അളവ് എന്ത് ചെയ്യും? നമ്മുടെ റിഫ്ലക്സ് പ്രവർത്തനങ്ങളെയും മന്ദീഭവിപ്പിക്കും. ഉചിതമായ തീരുമാനങ്ങൾ ഉചിതമായ സമയത്ത് കൈക്കൊള്ളുന്നതിന് ഇത് തടസ്സമാവുന്നു. Alcohol accelerates the action of gamma-aminobutyric acid, a neurotransmitter in the brain. Higher doses of this neurotransmitter retard the brain action, which in turn weakens the reflex action and prevents making proper decision at proper time. നമ്മൾ പലപ്പോഴും റോഡിൽ ആക്സിഡന്റ് കേസസ് കാണാറുണ്ട് അല്ലേ? ചുറ്റിനും ആളുകൾ കൂടി നിൽക്കുന്നതും കാണാറുണ്ട്. ശരിയായ രീതിയിലുള്ള ഫസ്റ്റ് എയ്ഡ് ഇത്തരം സന്ദർഭങ്ങളിൽ ലഭിക്കാറുണ്ടോ? എന്താണ് ഫസ്റ്റ് എയ്ഡിന്റെ ഇമ്പോർട്ടൻസ്? അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ ഹാഫ് അവർ എന്ന് പറയുന്നത് ഗോൾഡൻ ഹവേഴ്സ് എന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. എത്രയും പെട്ടെന്ന് തൊട്ടടുത്തുള്ള ആരോഗ്യ കേന്ദ്രങ്ങളിൽ എത്തിച്ച് ഫസ്റ്റ് എയ്ഡ് നൽകുകയാണ് വേണ്ടത്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ രോഗിയുടെ ബ്രീത്തിങ് നടക്കുന്നില്ലെങ്കിൽ CPR നൽകേണ്ടതായി വരും. അതിന് പരിശീലനം ലഭിച്ചവർ മാത്രം CPR നൽകുക. രോഗിയെ പിടിച്ച് വലിച്ച് വാഹനത്തിൽ നിന്നും പുറത്തേക്ക് എടുക്കാനും വാഹനത്തിലേക്ക് കയറ്റുന്നതുമൊക്കെ ശരിയായ രീതിയാണോ? ആക്സിഡന്റ് ആയി കിടക്കുന്ന ഒരാളെയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള രോഗം ബാധിച്ച ആളെയോ നമ്മൾ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗം മാത്രം പിടിച്ചു വലിച്ച് മറ്റൊരു വാഹനത്തിലോ അല്ലെങ്കിൽ സ്ട്രക്ചറിലോ കയറ്റാൻ ശ്രമിക്കുമ്പോൾ അവരുടെ ശരീരഭാഗങ്ങൾക്ക് കൂടുതൽ തകരാറ് സംഭവിക്കാനുള്ള സാധ്യത ഏറെയാണ്. അതുകൊണ്ട് അവരുടെ സ്പൈനൽ കോഡിനെയും അവരുടെ വെർട്ടിബ്രൽ കോളം അങ്ങനെ ഒരുപാട് അവയവ ഭാഗങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് നമുക്ക് ഒരു ബാക്ക് സപ്പോർട്ട് കൊടുത്തുകൊണ്ട് മാത്രമേ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാൻ പാടുള്ളൂ. സ്പൈനൽ കോഡ് അല്ലെങ്കിൽ സുഷുമ്നയെക്കുറിച്ച് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയല്ലോ. സുഷുമ്നയുടെ സംരക്ഷണം, സുഷുമ്ന നാഡികളുടെ രൂപപ്പെടൽ, സുഷുമ്നയുടെ ധർമ്മം. Please write these questions also. The part where the impulses are formed during reflex action. Second question, which part carries impulses to spinal cord? Third question, which is the neuron inside the spinal cord and its function? Fourth question, which nerve carries impulses to muscles? Fifth question, which part forms responses according to impulses? റിഫ്ലക്സ് പ്രവർത്തനത്തിൽ ആവേഗങ്ങൾ രൂപപ്പെടുന്ന ഭാഗം, ആവേഗങ്ങളെ സുഷുമ്നയിലെത്തിക്കുന്ന ഭാഗം, സുഷുമ്നയ്ക്കുള്ളിലെ പ്രധാന നാഡീകോശം ധർമ്മം, ആവേഗങ്ങളെ പേശികളിലേക്ക് എത്തിക്കുന്ന നാഡി, ആവേഗങ്ങൾക്കനുസരിച്ച് പ്രതികരണങ്ങൾ രൂപപ്പെടുത്തുന്ന ഭാഗം.